എല്ലാരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പീരീഡ്സ് ആവുന്ന ടൈമിൽ എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നതെന്ന്. ഞാനിപ്പോ പീരീഡ്സ് ആണ്. പെറുവില് സിയറ്റെ ലഗൂണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ട്രക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് പീരീഡ്സിന് അങ്ങനെ വേദനയോ മൂഡ് സ്വിങ്സോ ക്രാമ്പിങ്ങോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പല പെൺകുട്ടികളും പറയുന്ന കേട്ടിട്ടുണ്ട് പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയല്ല ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ വീഡിയോ കണ്ടപ്പോൾ പല സ്ത്രീകളും ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് പീരീഡ്സ് ആയാലും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല, ഈ കുട്ടി എങ്ങനെയാണ് ഇത്ര ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓരോ സ്ത്രീയുടെ ശരീരവും വ്യത്യസ്തമാണ്. ശരിക്കും പീരീഡ്സിന്റെ പ്രശ്നമല്ല, പലപ്പോഴും സിവിയർ പെയിനിന്റെ പ്രധാന കാരണങ്ങൾ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, ഹോർമോണൽ ഇംബാലൻസ്, മറ്റ് അണ്ടർലൈൻ കണ്ടീഷൻസ് ഒക്കെയാണ്. പീരീഡ്സ് ആയാൽ ആദ്യത്തെ 3 ദിവസം ചെറിയ അസ്വസ്ഥതയും ചെറിയ വേദനയും ഉണ്ടാകും. ചിലർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പീരീഡ്സ് ആയാലും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് പീരീഡ് സമയത്ത് ചെറിയ യാത്രകൾ പോലും ചെയ്യാൻ പറ്റാത്തതെന്ന് സ്വയം ചോദിക്കണം. പകരം ചോദിക്കേണ്ടത്, ഈ സഹിക്കാൻ പറ്റാത്ത വേദനയിലൂടെ എന്റെ ബോഡി എനിക്ക് എന്ത് സിഗ്നൽ ആണ് തരുന്നത് എന്നാണ്. കാരണം സഹിക്കാൻ പറ്റാത്ത പീരീഡ്സ് പെയിൻ വരുന്നത് ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസോ ഹെൽത്ത് കണ്ടീഷനോ കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് പീരീഡ് സമയത്ത് യാത്രകൾ ചെയ്യാൻ പറ്റാറുണ്ടോ? അതോ വേദന കാരണം പ്ലാനുകൾ മാറ്റി വെക്കേണ്ടി വരാറുണ്ടോ? കമന്റിൽ പറയൂ.